ആക്ടിന്റെ ലാസ്റ്റ് പോർഷൻ ഇത്രേ ഉള്ളൂ. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് സർട്ടൺ പേഴ്സൺസ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അത് ഇപ്പം വിഭജന സമയത്ത് ഇന്ത്യയുടെ കൂടെ ഇല്ലാത്ത സ്ഥലത്തുള്ള ഫാർമസിസ്റ്റിന്റെ പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ആപ്ലിക്കേഷൻ, അതേപോലെ ഒരു രജിസ്റ്ററിൽ നിന്ന് ഒരാളുടെ പേര് റിമൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്. സോ ഒരാളുടെ പേര് ആ രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് ഒരു ഇറർ കൊണ്ട് അയാളുടെ പേര് എൻറ്റർ ചെയ്തതോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അയാളുടെ പേര് ആ ഒരു രജിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനൊരു ഫാർമസി റൺ ചെയ്യുന്നുണ്ട്. എന്റെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടല്ല, എന്റെ വർക്ക് ചെയ്യുന്ന സെയിൽസ് പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബ്ലം, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫാർമസിസ്റ്റ് ആയിരിക്കാൻ നമ്മൾ വേണം അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. സോ അതാണ് പറയുന്നത് റിമൂവൽ ഓഫ് ദ നെയിം. രജിസ്ട്രാറിനകത്ത് പറയുന്നത് ഒരു രജിസ്റ്ററിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളുടെ ലൈസൻസ് എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫാർമസി ആക്ടിന്റെ റിമൂവൽ ഓഫ് ലൈസൻസിന്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഇനി സച്ച് ഓർഡർ ഷാൽ ബി മെയ്ഡ് ഓൺലി ഇഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. സോ അങ്ങനെ ഒരാളുടെ പേര് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും അത് തീരുമാനിക്കേണ്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിഞ്ഞുകൊണ്ടായിരിക്കണം. അത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ ഒരു കൺഫർമേഷൻ കൂടെ അതിന്റെ അകത്ത് ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ ഒരാളുടെ പേര് നമ്മൾ രജിസ്റ്ററിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അയാൾക്ക് ഒരു 3 മാസം കാലാവധി നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഈ 3 മന്ത്സിന്റെ ഉള്ളിൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു 3 മന്ത്സിന്റെ ഉള്ളിൽ അയാൾക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഒരു ജീവിത മാർഗം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ദെൻ റീസ്റ്റോറേഷൻ ഓഫ് ദ നെയിം ടു രജിസ്റ്റർ. ദ സ്റ്റേറ്റ് കൗൺസിൽ മേ അറ്റ് ടൈംസ് ഫോർ റീസൺ സഫീഷ്യന്റ്ലി എന്ത് ചെയ്യും, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീ വാങ്ങിച്ചുകൊണ്ട് അവരെ ആ രജിസ്റ്ററിൽ നിന്ന് അവരുടെ പേര് മാറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. So it is shown that ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമില് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവര് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ആരുടെയെങ്കിലും ഒരു ഫാർമസി രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈവശം ഇല്ലാത്ത ഒരു അവസ്ഥ വരികയോ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാർമസി കൗൺസിലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, പുതിയതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവര് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് തരുന്നതായിരിക്കും. ദെൻ ഓഫൻസസ് ആൻഡ് പെനാൽറ്റീസ് അറിയാലോ. എനിബഡി ഈ രജിസ്റ്ററിൽ പേര് ഇല്ലാത്ത ആരെങ്കിലും ഒരാള് ഫാർമസിസ്റ്റ് ആണെന്ന് ഫാൾസ് ആയിട്ട് ക്ലെയിം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഡ്രഗിസ്റ്റ്, കെമിസ്റ്റ്, ഫാർമസിസ്റ്റ്, ഫാർമസ്യൂട്ടിസിസ്റ്റ്, ഡിസ്പെൻസിസ്റ്റ്, അങ്ങനെയുള്ള ഓരോ നമ്മൾ വളരെ ഓതറൈസ്ഡ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ അൺവാണ്ടഡ്ലി മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത്തരം ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് നമുക്ക് എന്താ പറയാ ഒരു കേസ് കൊടുക്കാം. സോ ദേ ഹാവ് ടു പേ 500 rupees ഫൈൻ, അല്ലെങ്കിൽ 1000 രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു തെറ്റാണ് അത്. ഓക്കെ, ഒന്നെങ്കിൽ 500 അല്ലെങ്കിൽ 6 months. ഈ അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ, അത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ 1000 rupees വിത്ത് ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ 1000 rupees, അല്ലെങ്കിൽ ഒന്നുകിൽ ഫൈൻ മാത്രം അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് മാത്രം, ഇല്ലെങ്കിൽ രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആണ്. സോ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിനകത്ത് കുറെ ഡെഫിനിഷൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. സോ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ് ഓൾ മെഡിസിൻസ് ഫോർ ഇന്റേണൽ യൂസ് ഫോർ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ആനിമൽസ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ process, treatment, mitigation, prevention of any disease, disorder in human beings അല്ലെങ്കിൽ animals, including preparation supplied on human body for the purpose of repelling insect like mosquito. പറഞ്ഞോടാ. എനിക്ക് സുപ്രിയ എന്തോ പറഞ്ഞപ്പോൾ തോന്നി, എന്താടാ? സോറി, അൺമ്യൂട്ട് ആക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. സോ
നമുക്ക് ഡ്രഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഒരു എന്താ പറയുക ഡോളോ അല്ലെങ്കിൽ അമോക്സിലിൻ അല്ലെങ്കിൽ എസിത്രോമൈസിൻ അല്ലെങ്കിൽ ക്ലാരിത്രോമൈസിൻ പോലുള്ള ആന്റിബയോട്ടിക്സും ഒട്ടിസി ആയിട്ട് കിട്ടുന്ന സെട്രിസിൻ പാരസെറ്റമോൾ അത് മാത്രമല്ല നമ്മൾ ഡ്രഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലുള്ള പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, മിറ്റിഗേഷൻ, ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള ഏതൊരു സാധനത്തിനെയും നമുക്ക് ഡ്രഗ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇൻക്ലൂഡിങ് ഇൻസെക്ട് റെപ്പലന്റ് ആയിട്ടുള്ള ഏജൻസ്, അതേപോലെ സബ്സ്റ്റൻസ് അതർ ദാൻ ഫുഡ് വിച്ച് മേ ബി അഫക്ട് ദ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഇപ്പൊ നമ്മൾ ആന്റി ബോം ഒക്കെ ഏജൻസ് കഴിക്കില്ലേ, അത് അവരെല്ലാവരും ഡ്രഗ് തന്നെയാണ് അല്ലെ. സോ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ഒഫീഷ്യൽ ഗസറ്റിൽ പുതുതായിട്ട് ഡ്രഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഗസറ്റിൽ അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇനി നമ്മുടെ ക്യാപ്സ്യൂൾ ഷെല്ലുകളുണ്ടല്ലോ, ഹാർജലാറ്റിൻ, സോഫ്ജലാറ്റിൻ ക്യാപ്സ്യൂൾ ഷെല്ലുകളും ഡ്രഗിന്റെ കാറ്റഗറിയിൽ വരുന്ന ഏജന്റ് ആണ്. അതേപോലെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻഹെയിലേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ്, അവരെ വരെ നമ്മൾ എന്താ ഡ്രഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ DTAB ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരോടും കൂടെ ആലോചിച്ച് കൺസൾട്ടേഷൻ എടുത്തിട്ടാണ് അവർ ഗസറ്റിൽ ഈ ഡിവൈസസിനെ പറ്റിയിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് തരുന്നത്. ഓക്കെ, ദെൻ കോസ്മെറ്റിക് എന്താണ്? ഇറ്റ് മീൻസ് എനി ആർട്ടിക്കിൾ ഇന്റൻഡഡ് ടു ബി സ്പ്രേഡ്, റബ്ഡ്, സ്പ്രിങ്കിൾഡ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി, അല്ലെങ്കിൽ എനി പാർട്ട് ഫോർ ക്ലെൻസിങ്, ബ്യൂട്ടിഫൈങ്, പ്രൊമോട്ടിങ് അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഓൾട്ടറിങ് ദ അപ്പിയറൻസ്, അതിനെയാണ് നമ്മൾ കോസ്മെറ്റിക് എന്ന് വിളിക്കുന്നത് അല്ലെ. എന്തൊരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്പ്രേഡ്, പോർഡ്, റബ്ഡ് അല്ലെങ്കിൽ സ്പ്രിങ്കിൾഡ് ഫോർ ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫോർ ക്ലീനിങ്, ബ്യൂട്ടിഫൈങ്, പ്രൊമോട്ടിങ് അട്രാക്റ്റീവ്നെസ് ഓർ ഓൾട്ടറിങ് ദ അപ്പിയറൻസ്. ഓക്കെ, അതിനെയാണ് കോസ്മെറ്റിക് എന്ന് വിളിക്കുന്നത്. Then next പേറ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് എന്താണ്? In relation to Ayurvedic, Siddha and Unani system of medicine, all formulation contains such ingredients mentioned in the formula described in the authoritative books of Ayurveda, Siddha and Unani system of medicine. സോ നമുക്കറിയാം, നമ്മൾ ഇപ്പൊ പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബുക്കില് അല്ലെങ്കിൽ വളരെ അതോറൈസ്ഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും രേഖപ്പെടുത്തിയ ഒന്നായിരിക്കും അല്ലെ. സോ അപ്പം പേറ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് എന്ന് പറയുന്നത് എനി അതർ സിസ്റ്റം ആയിക്കോട്ടെ, അലോപ്പതിക് ആയിക്കോട്ടെ, എ ഡ്രഗ് പ്രസന്റഡ് ഇൻ എ ഫോം ഓഫ് റെഡി ഫോർ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ for human beings which is not included for time being in the editions of Indian pharmacopoeia or any other pharmacopoeia. അപ്പം നമുക്ക് റെഡി അപ്പൊ തന്നെ കഴിക്കാനും നമുക്കൊരു ഇഫക്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് പ്രൊപ്രൈറ്ററി മെഡിസിൻസ് എന്ന് പറയുന്നത്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിപ്പോ ഒരു സാധനം നിർമ്മിച്ചു, അതിന്റെ അവകാശം നമുക്കുള്ളത് ആണ് എന്നുള്ള രേഖാമൂലമുള്ള തിരിച്ചറിവാണ് പേറ്റൻസി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടേം ആണ് മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്. മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് if it is not labeled in the prescribed so labeled അല്ലെങ്കിൽ മിസ് ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ലേബൽ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്. അപ്പൊ ഈ മിസ് ബ്രാൻഡഡ് സ്പ്യൂരിയസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ് കേട്ടോ. So first word is misbranded. The drug is considered to be misbranded if it is not labeled in the prescribed manner. Prescribed manner label ചെയ്തിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? Misbranded എന്ന് വിളിക്കും. If it is not labeled in the prescribed manner. അതേപോലെ if it is so coated, powdered അല്ലെങ്കിൽ polished that damages is concealed or to made appearance better or greater therapeutic value than it really is. അപ്പൊ അത് ഉള്ളതിനേക്കാളും കൂടുതൽ തെറാപ്യൂട്ടിക് വാല്യൂ ഇവിടെ അവകാശപ്പെടുകയും അതിനെ കുറച്ചും കൂടെ കളർ ചെയ്ത് കോട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അതിന്റെ ഡാമേജ് എല്ലാം കൺസീൽ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് if the label അല്ലെങ്കിൽ container അല്ലെങ്കിൽ anything accompanying the drug bears any statement
അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ഡിവൈസ് വിച്ച് ഈസ് മേക്സ് ഫോൾസ് ക്ലെയിം, അതായത് ആ മരുന്നിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏജന്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കുന്നത് തെറ്റായിട്ടാണ് എങ്കിൽ, ഒരു മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എനി ഡ്രഗ്സ് വിച്ച് ഇസ് നോട്ട് ലേബിൾഡ്, ആ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ലേബൽ ചെയ്തില്ല, അതിനെ കിട്ടിയ ആ ഒരു ഫോമിൽ തന്നെ ഈവൻ ഇഫ് അതിന്റെ ക്വാളിറ്റി കൊള്ളുന്നതിനെ പോളിഷ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് എന്താ കളർ ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ടൊക്കെ കീപ്പ് ചെയ്യുന്ന സാധനത്തിനാണ് മിസ് ബ്രാൻഡഡ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഫോൾസ് ക്ലെയിം ഉണ്ടെങ്കിലും നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ദ ലേബൽ അല്ലെങ്കിൽ കണ്ടെയ്നർ എനിത്തിങ് അക്കോമ്പനി ഡ്രഗ് ബിയർസ് എനി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസൈൻ which makes any false claim, then misbranded. Next is adulterated. Adulterated എന്ന് പറഞ്ഞാൽ എന്താ? അഡൾട്രേഷൻ എന്താ അല്ലെ? ഒന്നെങ്കിൽ ഒരു സാധനത്തിന്റെ അപ്പം ക്ലോവ് ആണെങ്കിൽ ക്ലോവിന്റെ സ്റ്റോക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ഇപ്പൊ സിൻകോണ ആണെങ്കിൽ സിൻകോണ അല്ലാത്ത അതേ ഷേപ്പിൽ ഇരിക്കുന്ന ബാർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇതുപോലെ ഒരു ഡ്രഗിനെ അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ അതിനെ ഹോളായിട്ടോ ഒരു ഫിൽത്തി പ്യൂട്രിഡ് അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തതിന് അഡൾട്ടറേറ്റഡ് എന്ന് വിളിക്കുന്നത്. ഇഫ് ഇറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് പാക്ഡ് അല്ലെങ്കിൽ സ്റ്റോർഡ് അണ്ടർ പുവർ സാനിറ്ററി കണ്ടീഷൻസ് whereby it may be contaminated with the filth and rendered injurious to health, അത് നമ്മുടെ ആരോഗ്യത്തിന് പോലും ഹാനികരമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അഡൾട്രേഷൻ എന്ന വേർഡ് കേൾക്കുമ്പോൾ അറിയാം ആലോചിക്കുക മായം ചേർക്കുക എന്നുള്ളതാണ്. Next one is manufactured in relation to drug and cosmetics. So any process fully അല്ലെങ്കിൽ partly used for making, altering, ornamenting, finishing, packing, labeling, breaking up അല്ലെങ്കിൽ otherwise treating അല്ലെങ്കിൽ adopting any drug അല്ലെങ്കിൽ cosmetic with a view to its sale അല്ലെങ്കിൽ distribution but does not include the compounding and dispensing or any drug അല്ലെങ്കിൽ packaging of any drug or cosmetic in the ordinary course of retail business. ഒന്നുമില്ല, ഡ്രഗിനെ കോസ്മെറ്റിക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ടേംസിനെ പറ്റി അറിയണം. കാരണം ഇതിനെല്ലാം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത്, ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും. അപ്പം അവരെല്ലാവരും ഈ പറയുന്ന പോലെ ഡ്രഗിനെ മോഡിഫൈ ചെയ്യാനും എന്താ പറയാ ഈ പറയുന്ന പോലെ മിസ്ബ്രാൻഡ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് സ്പ്യൂരിയസ് ഡ്രഗ്. സ്പ്യൂരിയസ് ഡ്രഗിന്റെ ആണ് ഡ്രഗ് ഇസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം ആൻഡ് ബിലോങ്സ് ടു അണ്ടർ. അപ്പം മിസ്ബ്രാൻഡും സ്പ്യൂരിയസും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് ഇൻ വൺ നെയിം, എന്നിട്ട് നമ്മുടെ രാജ്യത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പേരിലും ആൻഡ് ദിസ് ഡ്രഗ് ബിലോങ്സ് ടു അനദർ ഡ്രഗ്, അത് മറ്റൊരു ഡ്രഗ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്രഗ് ബിലോങ്സ് ടു ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പേരിലും നമുക്ക് ഡ്രഗ് റിസീവ് ചെയ്യുന്ന വേറൊരു പേരിലും ആയിരിക്കും. ക്ലിയർ ആയോ? സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ഡ്രഗ് ഇഫ് ഇറ്റ് ഈസ് എൻ ഇമിറ്റേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അനദർ ഡ്രഗ്, അതായത് റിസംബിൾ ചെയ്യും, ഒരുപോലെ ഇരിക്കും, പക്ഷെ ആ ഡ്രഗ് അല്ല. പിന്നെ ഡ്രഗിന്റെ ഒരു ഭാഗം മൊത്തത്തിലോ അല്ലെങ്കിൽ പകുതിയോ വേറൊരു ഡ്രഗോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ക്ലെയിംസ് ടു ബി പ്രോഡക്റ്റ് ഓഫ് എ മാനുഫാക്ചർ അല്ലെങ്കിൽ കമ്പനി ഓഫ് whom it is not truly a product. നമ്മൾ സ്പ്യൂരിയസ് എന്ന് പറയുമ്പോൾ റാൻവാക്സി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ ആക്ച്വലി ഇത് ലോക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ മാനുഫാക്ചർ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതും സ്പ്യൂരിയസ് ആണ്. Next is misbranded cosmetic. A cosmetic shall be deemed to be misbranded. അപ്പം കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പറഞ്ഞേ.
ആർക്കും പറയാനില്ല. മിസ് ബ്രാൻഡ് ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. മിസ് ബ്രാൻഡഡ് എന്ന വാക്ക് എന്താ? നമ്മളിപ്പോ തന്നെ പറഞ്ഞു. മിസ് ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ലേബൽ ചെയ്യുന്നത് അതുപോലെ അല്ലാത്ത ഡ്രഗുകൾ, അതായത് പാർട്സ് ക്ലെയിമിങ് തരിക, അതിനെ എന്താ പറയാ പോളിഷ് ചെയ്യുകയും കളർ ചെയ്തിട്ടും ഒക്കെ അതിന്റെ രൂപം വരുത്തുന്നതിനെയാണ് നമ്മൾ മിസ് ബ്രാൻഡഡ് എന്ന് വിളിക്കുന്നത്. സോ മിസ് ബ്രാൻഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ്. ഓക്കെ, സോ എ കോസ്മെറ്റിക് ഷാൽ ബി ഡീം ടു ബി എ മിസ് ബ്രാൻഡഡ് ഗീഫ്. അതിന്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കളർ അല്ല, ലേബല് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടൈപ്പ് അല്ല, ലേബലും കണ്ടെയ്നറും അതിന്റെ അകത്ത് ബിയർ ചെയ്യുന്ന സാധനങ്ങളും ഒന്നും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നതും തെറ്റായതുമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക് എന്ന് പറയുന്നത്. ഇനി സ്പ്യൂരിയസ് കോസ്മെറ്റിക് എന്താണ്? എ കോസ്മെറ്റിക് ഷാൽ ബി ഡീംഡ് ടു ബി സ്പ്യൂരിയസ് ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ കോസ്മെറ്റിക്. അതായത് അത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു പേരിലും എന്നാൽ അത് മറ്റൊരു കോസ്മെറ്റിക്കും ആയിരിക്കും. അപ്പൊ സ്പ്യൂരിയസ് കോസ്മെറ്റിക്കും മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്കും, സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഇൻ വൺ നെയിം ആൻഡ് ബിലോങ്സ് ടു അനദർ ഡ്രഗ്. അപ്പൊ അങ്ങനത്തെ കോസ്മെറ്റിക് ഇമ്പോർട്ട് ചെയ്ത ഒരു ഡ്രഗിന്റെ പേര് പറഞ്ഞിട്ട് പക്ഷെ അത് മറ്റൊരു കോസ്മെറ്റിക് ആണ് എങ്കിൽ സ്പ്യൂരിയസ് എന്നാണ് വിളിക്കുക. ഇഫ് ഇറ്റ് ഈസ് എൻ ഇമിറ്റേഷൻ അല്ലെങ്കിൽ substitution of other cosmetic resemble other cosmetic in a manner likely to deceive അല്ലെങ്കിൽ bear upon label അല്ലെങ്കിൽ container the name of another cosmetic. And മൂന്നാമത് if the label അല്ലെങ്കിൽ container bear the name of an individual അല്ലെങ്കിൽ കമ്പനി perputing to be the manufacturer. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഒരു റാൻബാക്സി ഉണ്ടാക്കുന്നു പക്ഷെ നമ്മുടെ വിശ്വാസമാണ് റാൻബാക്സി ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരിക്കും റാൻബാക്സി അല്ല അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Then if it purports to be the product of a manufacturer of whom it is not truly a product, okay, അത് ട്രൂലി ആയിട്ടുള്ള നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതേ നിർദ്ദേശമല്ല അത് തരുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്. അടുത്ത ഷെഡ്യൂൾസ് ടു ദ ആക്ട് ആൻഡ് റൂൾസ്. അപ്പം ആക്ടും റൂൾസും ഒക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഷെഡ്യൂൾസ് ടു ദ ആക്ട്. ഷെഡ്യൂൾസ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഷെഡ്യൂൾസ് നമ്മൾ ഓൾറെഡി നോട്ട് എഴുതി വെച്ചിരിക്കുന്ന എടുത്തേ. ഷെഡ്യൂൾസ് ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഷെഡ്യൂൾ എ മുതൽ നമ്മൾ പറഞ്ഞിരുന്നു. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ അല്ലെ? ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഷെഡ്യൂൾസ്, ഷെഡ്യൂൾ എ മുതൽ ഷെഡ്യൂൾ എന്താ പറയാ ലാസ്റ്റ് ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ എ മുതൽ ഷെഡ്യൂൾ വൈ വരെയുണ്ട്. അപ്പൊ അത് വരെയുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, so first is schedule A, different forms for application to procure license, renewal of license and for other activities. So first one application ആണ്. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ആണ് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു എ എന്നുള്ള ഷെഡ്യൂൾ എക്ക് ക്ലൂ ഇട്ട് വെക്കുക, ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് the schedule to the act. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നതും സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നതും എന്താണെന്ന് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണേ. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താ? ആയുർവേദിക്, സിദ്ധ അല്ലെങ്കിൽ യുനാനി മെഡിസിന്റെ ഒരു ലിസ്റ്റ് ഓഫ് ബുക്കുകളെയാണ് ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് പറയുന്നത്. 57 ബുക്കുകളുണ്ട് ആയുർവേദ, 30 ബുക്ക് ഓഫ് സിദ്ധ ആൻഡ് 13 ബുക്സ് ഓഫ് യുനാനി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ ഇമ്പോർട്ടഡ് ഡ്രഗ്, മാനുഫാക്ചർ ഓഫ് ഡ്രഗ്, അവരുടെ സെയില്, സ്റ്റോക്കിംഗ് ആൻഡ് സ്റ്റോറേജ്. ഫസ്റ്റ് വൺ ഈസ് ഷെഡ്യൂൾ എ. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഫീ എന്നാണ് പറയുന്നത് അല്ലെ? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഫീ. ഫസ്റ്റ് നമുക്ക് ആ ആപ്ലിക്കേഷൻ വേണ്ടുന്ന സമയം. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ ആപ്ലിക്കേഷൻ ഫോം. സെക്കൻഡ് ബി എന്ന് പറയുന്നത് ഷെഡ്യൂൾ ബി, റേറ്റ് ഓഫ് ഫീസ് ചാർജ്ഡ് ഫോർ അനാലിസിസ് ഓഫ് COL അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറി ഈടാക്കുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു ഫീസ് ആണ് നമ്മുടെ ഷെഡ്യൂൾ ബിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഷെഡ്യൂൾ ബി ഈസ് ദ ടെസ്റ്റ് ഫോർ അനാലിസിസ്, ലബോറട്ടറീസിന് വേണ്ടുന്ന ടെസ്റ്റിന് വേണ്ടുന്ന ഫീസ്. അടുത്തത് ഷെഡ്യൂൾ സി. ഷെഡ്യൂൾ സി അറിയാലോ, ബയോളജിക്കൽ പ്രോഡക്റ്റുകളാണ്. അവിടെ സിയും C1 ഉണ്ട്. സിക്കകത്ത് എന്തൊക്കെയാ വരുന്നത്? ലിസ്റ്റ് ഓഫ് ബയോളജിക്കൽ ആൻഡ് അതർ സ്പെഷ്യൽ പ്രോഡക്റ്റ് ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻ. ഷെഡ്യൂൾ സി ആൻഡ്
ഷെഡ്യൂൾ C1 എന്താണ്? ലിസ്റ്റ് ഓഫ് സ്പെഷ്യൽ പ്രോഡക്ട്സ്. ലിസ്റ്റ് ഓഫ് സ്പെഷ്യൽ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഡിഗോക്സിൻ അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സേവിങ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നതാണ് C1. ലിസ്റ്റ് ഓഫ് അതർ സ്പെഷ്യൽ പ്രോഡക്ട്സ് ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻസ്. ഇപ്പം AI, BI, CI. ഇനി ഷെഡ്യൂൾ D എന്ന് പറയുന്നത് എന്താണ്? ഡ്രഗ്സ് എക്സ്റ്റെൻഡഡ് ഫ്രം ഇമ്പോർട്ട് അല്ലെ. അപ്പം ക്ലാസ് ഓഫ് ഡ്രഗ്സ് എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് എക്സെപ്ഷൻസ്, അതിനകത്ത് D1 ഉം D2 ഉണ്ട്. അണ്ടർടേക്കിംഗ് ഓഫ് ദ മാനുഫാക്ചർ ഓഫ് ഹിസ് അതോറൈസ്ഡ് ഏജന്റ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫോം ഫോർ ഒബ്റ്റൈനിങ് എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സോ ഷെഡ്യൂൾ D എന്ന് പറയുന്നത് എന്താണ്? It is the application form for registration certificate കിട്ടുന്നത് ഷെഡ്യൂൾ D1. ഷെഡ്യൂൾ D2 എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ആണ് ഷെഡ്യൂൾ D എന്ന് പറയുന്നത്. ഷെഡ്യൂൾ E എന്താണ്? ലിസ്റ്റ് ഓഫ് പോയിസണസ് ഡ്രഗ്സ്. ഇതിൽ എന്നുള്ള വേർഡ് ആലോചിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ലിസ്റ്റ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസസ് ഇൻ ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി. ദെൻ ഷെഡ്യൂൾ F എന്ന് പറയുന്നത്, അവിടെ F-ഉം F1-ഉം F2-ഉം F3-യും പഠിക്കണം. F എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ദെൻ F1 എന്ന് പറയുന്നത് എന്താ? F1 ഈസ് വാക്സിൻസ്. F1 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാക്സിൻസ്, വൈറൽ വാക്സിൻസ്, ആന്റിസെറ ആൻഡ് ഡയഗ്നോസ്റ്റിക് ഏജന്റ്സ്. ഓക്കെ, ഇതാണ് ഷെഡ്യൂൾ F1-ന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഷെഡ്യൂൾ F1. ദെൻ ഷെഡ്യൂൾ F2-ന്റെ അകത്താണ് സർജിക്കൽ ഡ്രസ്സിങ്സ് വരുമ്പം പേഷ്യന്റും ഡോക്ടറും എന്ന് മാത്രം ആലോചിക്കുക. 2 പേര് വരുന്നു. സോ F2 സ്റ്റാൻഡേർഡ്സ് ഫോർ സർജിക്കൽ ഡ്രസ്സിങ്. ഇനി F3 എന്ന് പറഞ്ഞാൽ അവിടെ അംബിലിക്കൽ ടേപ്സ് ആണ് വരുന്നത്. അപ്പം മദർ, ചൈൽഡ്, ഡോക്ടർ എന്ന് ആലോചിക്കുക. അപ്പൊ 3 ആൾക്കാർ വരുന്നതുകൊണ്ട് F3 നമ്മൾ എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർ അംബിലിക്കൽ ടേപ്സ്. ആൻഡ് FF എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 2 കണ്ണുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ആണ് FF-നകത്ത് വരുന്നത്. ഇനി ഷെഡ്യൂൾ G ഗോൾ എന്നുള്ളത് ആരംഭിക്കാൻ പറഞ്ഞിരുന്നു. ഡ്രഗ്സ് റിക്വയർഡ് ടു ബി ടേക്കൺ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. ഷെഡ്യൂൾ H എന്ന് പറഞ്ഞാൽ അറിയാലോ, ലിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. ഷെഡ്യൂൾ J എന്ന് പറഞ്ഞാൽ ഡിസീസ് അല്ലെങ്കിൽ എയിൽമെന്റ്സ് വിച്ച് മേ നോട്ട് ബി പെർപ്യൂഡ് അല്ലെങ്കിൽ പ്രിവെന്റ് അല്ലെങ്കിൽ ക്യൂർ. ദെൻ ഷെഡ്യൂൾ K എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ് ഓഫ് ദ ഡ്രഗ്സ്. ഈ പർട്ടിക്കുലർ മാനുഫാക്ചറേഴ്സിന്റെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നതാണ് ഷെഡ്യൂൾ K. ഷെഡ്യൂൾ M എന്ന് പറഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ഷെഡ്യൂൾ L എന്ന് പറഞ്ഞാൽ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്. ദെൻ ഷെഡ്യൂൾ M-നകത്ത് തന്നെ M1-ഉം M2-ഉം ഒക്കെ ഉണ്ട്. അപ്പം M3 ഉണ്ട്. അപ്പം M എന്ന് പറഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിങ്, അതായത് പ്ലാന്റ്, അതിന്റെ എന്താ പറയാ ഫെസിലിറ്റീസ്, അതൊക്കെയാണ് ഷെഡ്യൂൾ M-നകത്തുണ്ട്. ഷെഡ്യൂൾ M1 എന്ന് പറയുന്നത് എന്താ? പ്രിമിസസ് ഫോർ ഹോമിയോപ്പതി. M1 is for homeopathy, M2 is for cosmetics, and M3 is medical device. Okay, so M1 is homeopathy, M2 is cosmetics, and M3 എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസ് പ്രിപ്പയർ ചെയ്യുന്ന റിസർച്ചിന് വേണ്ടുന്ന കണ്ടീഷൻസ് ആണ്. ആൻഡ് N is the number of minimum requirement. ഫാർമസി നടത്താൻ വേണ്ടുന്ന മിനിമം റിക്വയർമെന്റ്സ് ആണ് ഷെഡ്യൂൾ N-നകത്ത് പറയുന്നത്. ഓയിൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസിൻഫെക്റ്റന്റ് ലിക്വിഡ്. ഷെഡ്യൂൾ P എന്ന് പറയുന്നത് ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ്. ഷെഡ്യൂൾ P1 എന്ന് പറയുന്നത് പാക്ക് സൈസ്. ഓക്കെ, ഷെഡ്യൂൾ P എന്ന് പറയുന്നത് ലൈഫ് പീരീഡ്, P1 എന്ന് പറയുന്നത് പാക്ക് സൈസിനെ പറ്റിയിട്ടാ പറയുന്നത്. പാക്ക് സൈസ് ഓഫ് ഡ്രഗ്സ് ആണ് P1-നകത്ത് പറയുന്നത്, ലൈഫ് പീരീഡ്, പാക്ക് സൈസ്. Q എന്ന് പറയുന്നത് കളർ, ഡൈസ് ആൻഡ് പിഗ്മെന്റ്സ് പെർമിറ്റഡ് ഇൻ കോസ്മെറ്റിക്സ് ആൻഡ് സോപ്സ്. ഏതൊക്കെ കളേഴ്സ് പെർമിറ്റഡ് ആണെന്നുള്ളത് ഷെഡ്യൂൾ Q നോക്കിയാൽ മനസ്സിലാവും. ഷെഡ്യൂൾ R ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോർ കോണ്ടംസ് ഓഫ് ലബർ ലാറ്റക്സ് അല്ലെങ്കിൽ മെഡിക്കൽ കോൺട്രാസെപ്റ്റീവ്സ്. ഷെഡ്യൂൾ R1 എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ ഡിവൈസ്. അപ്പം R എന്ന് പറയുന്നത് റബ്ബർ കോണ്ടം എന്ന് ആലോചിക്കുക. സോ ഇറ്റ് ഇസ് കോണ്ടം. R1 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ ഡിവൈസ്. M2 കോസ്മെറ്റിക്കും M3
Premises for medical device ആണെങ്കിൽ R1 എന്ന് പറയുന്നത് standard for medical devices ആണ് standards. Schedule S എന്ന് പറയുന്നത് standards for cosmetics. Okay. Then Schedule T ആണ് തഥാസ്തു എന്ന് ആലോചിക്കുക. അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ, സിദ്ധ, യുനാനി. അപ്പം അതാണ് നമ്മൾ ആയുഷിനകത്ത് ഒക്കെ പറയുന്നതാണ് നമ്മൾ ഷെഡ്യൂൾ ടി എന്ന് പറയുന്നത്. ഷെഡ്യൂൾ യു എന്ന് പറയുന്നത് യു ഷുഡ് ഷോ ദ റെക്കോർഡ്സ് എന്നുള്ള ക്ലൂ ആലോചിക്കാം. നമ്മുടെ മാനുഫാക്ചറിങ് റെക്കോർഡ്സ്, റോ മെറ്റീരിയൽസ്, അനലിറ്റിക്കൽ റെക്കോർഡ്സ് ഒക്കെയാണ് നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത്. U1 എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിന്റെ ആണ്. U1 is particular മാനുഫാക്ചറിങ് റെക്കോർഡ്സ്. Then V എന്ന് പറയുന്നത് വിക്ടറി, പേറ്റന്റോ പ്രൊപ്രൈറ്ററി മെഡിസിൻസിന്റെയോ. X എന്ന് പറയുന്നത് സൈക്കോട്രോപിക് ഡ്രഗ്സ്. Then Y എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയൽസ്. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. Then the import of drug and cosmetic. The import of drug and cosmetic is regulated by the provision of this act. Classes of drugs and cosmetics prohibited from import. The following categories of drugs and cosmetics are prohibited from import. അപ്പം ആരൊക്കെയാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. Okay, so the drugs which do not have the standard quality import ചെയ്യാൻ പാടില്ല. മിസ്ബ്രാൻഡും സ്പ്യൂരിയസും അഡൾട്രേറ്റ് ആയിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ഫോർ ഇമ്പോർട്ട് വിച്ച് ലൈസൻസ് വേണ്ട ഡ്രഗുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. എനി പേറ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് അവരുടെ ട്രൂ ഫോർമുല ഇല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും എത്രത്തോളം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നത് ഇല്ല എങ്കിൽ അതും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതിൽ എനി ഡ്രഗ് അല്ലെങ്കിൽ ഫോർമുലേഷൻ which claims to prevent അല്ലെങ്കിൽ cure disease mentioned in schedule J. അപ്പം ഏതെങ്കിലും ഒരു ഡ്രഗോ അല്ലെങ്കിൽ ഫോർമുലേഷൻ that prevent അല്ലെങ്കിൽ cure mentioned in schedule J. Then any drug അല്ലെങ്കിൽ cosmetics for which manufacture, sale of distribution is prohibited in country of its origin. So ഏത് കൺട്രി അല്ലെങ്കിൽ കോസ്മെറ്റിക് ആണ് അതിന്റെ മാനുഫാക്ചർ, സെയില്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കൺട്രി അവിടെ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ഡ്രഗ് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ല, അത് വേറൊരിടത്തേക്ക് നമ്മൾ കയറ്റി വിടുന്നത് ശരിയാണോ? സോ എനി ഡ്രഗ് ഓർ കോസ്മെറ്റിക് ഫോർ വിച്ച് മാനുഫാക്ചർ, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് prohibited in country of its origin. Okay. In any drug which is not packed അല്ലെങ്കിൽ not labeled in conformity with the rule of this act, then any cosmetic containing an ingredient which may render it unsafe ഉം harmful ആയിട്ടുള്ള ingredients ഉള്ളത്, then any drug or cosmetic the import of which is prohibited by the act. നിയമങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു ഡ്രഗ് if it is exempted ആണെന്നുണ്ടെങ്കിൽ അത് ആ കൺട്രിയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും അത് എന്ത് തന്നെ വേണം, അത് നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് എക്സെംഷൻസ്. The drug exemption from provisions regulating the import of drug എന്ന് പറയുന്നത് the drug exemption provisions regulating the import. ഒന്ന് ക്ലാസ് ഓഫ് ഡ്രഗും പറയാം, ഏതൊക്കെ കണ്ടീഷൻ ആണെന്നും പറയാം. ഒന്ന്, substance not needed for medicinal use, they can be imported without any restriction. അവർക്ക് ഓക്കെ മെഡിസിനൽ യൂസിന് ആവശ്യമില്ലാത്തത്, നോട്ട് ഇന്റൻഡഡ് ഫോർ മെഡിസിനൽ യൂസ്, they can be involved with any restrictions provided imported in bulk and imported certificates that they are imported for non-medicinal. അത് നോൺ മെഡിസിനൽ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് തന്നെ മെഡിസിനൽ യൂസ് അല്ലാത്ത സാധനം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then substance included in schedule C1 required for manufacturing purposes but not intended for medicinal use. അപ്പൊ ഷെഡ്യൂൾ C1 അകത്ത് എന്താണ് വരുന്നത് നമ്മൾ ഏറ്റവും ആദ്യം നോക്കണത്. C1 വരുന്നത് എന്താണ്? ലിസ്റ്റ് ഓഫ് സ്പെഷ്യൽ പ്രോഡക്റ്റ് ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെ. സോ അവരുടെ മാനുഫാക്ചറിങ് പർപ്പസസ് മെഡിസിനൽ യൂസിന് അല്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ആൻഡ് exempted from all provisions regulating import except the importer should be holding license. The importer കയ്യിൽ മാത്രം
എങ്കിലും ലൈസൻസ് ഉണ്ടായിരിക്കണം ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഷെഡ്യൂൾ സി ആൻഡ് C1. Okay, then substances uses both the drug as well as articles. Articles എന്ന് പറഞ്ഞാൽ ഓട്സ്, ലാക്ടോസ്, പൗഡർഡ് മിൽക്ക്, അവരൊന്നും ഡ്രഗ് അല്ല, പക്ഷെ അവരെയും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ സൂക്ഷ്മമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവരെ വിടുന്നത്. Then ginger, pepper, cumin, cinnamon, all are single spices അല്ലെങ്കിൽ condiments. Other those of official quantity. അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. So exempted from all provisions regulating import of drug under license. License is required for the import of drugs. License is obtained on application to the proper licensing authority. License is valid up to 31st December. License should inform licensing authority എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് അണ്ടർ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ്. ഇത് ഇത്രയുമാണ് ഷെഡ്യൂൾ C1 പറഞ്ഞത്. നമുക്ക് ഈവൻ പെർമിഷൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഡ്രഗ് നോൺ മെഡിസിനിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മള് കണ്ടെയ്ൻമെന്റ്സ് സ്പൈസ് ഒക്കെ ആയിരിക്കും ഇതേപോലെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Then licensing authority grant a license for the import of drug class of drugs. ഒന്ന് drug specified in schedule C and C1. ഏതൊക്കെയാ? ബ്ലഡ്, വാക്സിൻസ്, സേറ, സ്പെഷ്യൽ പ്രോഡക്റ്റ്, ഡികോക്സിൻ, ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് കൊടുക്കാം. ഓക്കെ, then specified in schedule C and C1 and excluded from schedule X. Then drugs specified in schedule X. Small quantity of drugs examination test ആവശ്യം വരുന്നില്ല. Then personal use of a registered medical practitioner. ഇത്രയുമാണ് ലൈസൻസിങ് അതോറിറ്റി പെർമിഷൻ ഗ്രാന്റ് ചെയ്യുന്ന ആൾ പറയുന്നത്. Then drugs specified in schedule C and C1. ഷെഡ്യൂൾ സിയിലും C1ലും ഷെഡ്യൂൾ എക്സിലും പെടാത്ത ഡ്രഗുകളെ പറ്റിയാ പറയാൻ പോകുന്നത്. ബയോളജിക്കൽസ് ഉണ്ട്, സൈക്കോട്രോപിക് ഇല്ല. അവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ലൈസൻസിക്ക് ആഡിക്വേറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം, റെക്കോർഡ് ഉണ്ടായിരിക്കണം, അവരകത്ത് പേരും ആർക്കാണ് വിറ്റതെന്നും ഉണ്ടായിരിക്കണം. ഇൻസ്പെക്ടേഴ്സിനായി പ്ലേസ് ഇൻസ്പെക്ട് ചെയ്യാനും റെക്കോർഡുകൾ ചെക്ക് ചെയ്യാനും അനുവദിക്കണം. Then സാമ്പിളിനെ ഫർണിഷ് ചെയ്യാൻ ഇത് അതോറിറ്റി. Then licensee must comply with undertaking given in the form number 9. ഓക്കെ, അപ്പൊ ആ ഫോം നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. ഫോം നമ്പർ 9 എവിടെയാണ് വരുന്നത്? സിയും C1ഉം നോട്ട് എക്സ്, അതാണ് നമുക്ക് ഫോം നമ്പർ 9 വരുന്നത്. എക്സ്ക്ലൂഡഡ് ഷെഡ്യൂൾസ്. Then ഷെഡ്യൂൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡ്യൂൾ എക്സ് സൈക്കോട്രോപിക് ലൈസൻസ് അനിവാര്യമാണ്, ആഡിക്വേറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം, ആപ്ലിക്കന്റ് മസ്റ്റ് ബി റെപ്യൂട്ടഡ് ഇൻ ദ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ട്രേഡ് ബിസിനസ്. The license granted ever before should not be suspended അല്ലെങ്കിൽ cancelled. So the license granted ever before should not be. അപ്പൊ നേരത്തെ എപ്പോഴെങ്കിലും നമുക്ക് ലൈസൻസ് തന്നിട്ടുള്ളതാണെങ്കിൽ അത് സസ്പെൻഡ് ചെയ്യാനും പാടില്ല, ക്യാൻസൽ ചെയ്യാൻ പാടില്ല. Small quantities of drugs involved for examination, test and analysis. Conditions to be fulfilled. The license is necessary. കുറച്ച് എമൗണ്ട് ഇപ്പൊ സാമ്പിൾ ഒക്കെ കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിനും അനാലിസിസിനും ഒക്കെ ആണെങ്കിൽ അതിനും എന്ത് വേണം? ലൈസൻസ് റിക്വയർഡ് ആണ്. അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഏത് ഫോം നമ്പറാ? ഫോം നമ്പർ 9. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഫോം നമ്പർ 9 നമ്മൾ എന്താന്ന് പറഞ്ഞു? ഫോം നമ്പർ 9 ഒന്ന് പറയുന്ന ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, ഫോം നമ്പർ 9 എന്താണ് പറയുന്നത്? ഫോം നമ്പർ 9 അകത്ത് സിയിലും C1ലും നോട്ട് എക്സിനകത്തുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫോം നമ്പർ 11ലാണ് സ്മോൾ ക്വാണ്ടിറ്റി ഫോർ ടെസ്റ്റ് ആൻഡ് അനാലിസിസ്. Then drugs for personal use prescribed by a registered medical practitioner. So drugs for personal use.
drugs for personal use prescribed by a registered medical practitioner. അപ്പം നമ്മുടെ ഒരു പേഴ്സണൽ യൂസിന് ഒരു രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷനെ കുറിച്ച് തന്നെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഡ്രഗ് പേഴ്സണൽ യൂസിനാണെന്നത് ബോണഫൈ ചെയ്യണം. എത്ര എണ്ണം വേണം, അതിന്റെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യത്തിന് നീഡായിരിക്കും. കാരണം കസ്റ്റം കളക്ടർക്ക് നമ്മൾ ആ ഡ്രഗ് കാണിച്ചു കൊടുക്കണം. മോർ ദാൻ 100 doses ആർ ഇമ്പോർട്ടഡ് വിത്ത് ലൈസൻസ്. ഓക്കെ, അതായത് ഫോം നമ്പർ 12A-യും 12B-യും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റംസ് കളക്ടറുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? 100 doses മോർ ദാൻ 100 ക്യാൻ ബി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. മോർ ദാൻ 100 ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഇനി ന്യൂ ഡ്രഗ് ഇപ്പൊ സാമ്പിളിന് കൊണ്ടുവരുന്ന നമ്മൾ പറഞ്ഞ ഫോം നമ്പർ 11ലാണ് നമ്മൾ കൊണ്ടുവരുന്ന ടെസ്റ്റ് അനാലിസിസ്. ഫോം നമ്പർ 12A-യും B-യും ചേർത്ത് നമ്മൾ പറഞ്ഞു more than 100 doses. Any new drug conditions to be fulfilled, license is required, and license is required to provide documents of standard of quality, purity and strength. ഒരു പുതിയ ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന്റെ ലൈസൻസ് വേണം. Then application and duration of license and registration certificate. Application for import license is made to licensing authority. അപ്പം ഇമ്പോർട്ട് ലൈസൻസിക്ക് വേണ്ടുന്ന ആ അതോറിറ്റി ഫോം നമ്പർ 8 ഫോർ ഡ്രഗ് എക്സ്ക്ലൂഡിംഗ് ഷെഡ്യൂൾഡ് എക്സ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ആപ്ലിക്കേഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് തരുമെന്ന് പറഞ്ഞില്ലേ. സോ ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ ഇമ്പോർട്ട്, the application for import license is made to licensing authority. So an application for import ലൈസൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് ടു ലൈസൻസിങ് അതോറിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത് ഫോം നമ്പർ 8ലാണ് പറയുന്നത്. സോ ഇതിനെ 2-3 ഫോംസ് പറഞ്ഞിട്ടുണ്ടാവുന്നത് എഴുതിയെടുത്തോണം. ഫോം നമ്പർ 8 എന്ന് പറയുന്നത് ഡ്രഗ് എക്സ്റ്റെൻഡഡ് ഫ്രം ഷെഡ്യൂൾ എക്സ് ആൻഡ് ഫോർ ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ്. 8-ഉം 8A-യും ഉണ്ട്. 8-നകത്ത് പറയുന്നത് ഏതാണ്? ഷെഡ്യൂൾ എക്സും. ഷെഡ്യൂൾ എക്സിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ്. എക്സ്ക്ലൂഡഡ് ഫ്രം മറ്റേ ആ ഫോം ഷെഡ്യൂൾ എക്സ്റ്റെൻഡഡ് ഫ്രം ഷെഡ്യൂൾ എക്സ് ആണ് നമുക്ക് ഫോം നമ്പർ 8 ആയിട്ട് വരുന്നത്. ഇനി ഫോം നമ്പർ 8A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോം നമ്പർ 8A എന്ന് പറയുന്നത് എന്താണ്? ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഫോം നമ്പർ 8 എന്ന് പറയുന്നത് എന്താണ്? ഫോം നമ്പർ 8 എന്ന് പറയുന്നത് എന്താണ് അറിയൂ? ഷെഡ്യൂൾ എക്സിൽ നിന്ന് മാറ്റി, ഷെഡ്യൂൾ എക്സിനെ സൈക്കോട്രോപിക്കിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാർ. ഷെഡ്യൂൾ എക്സ് എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാണ്? ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ലൈസൻസ് ഈസ് ഇഷ്യൂഡ് ഇൻ form number 10A as the case may be. The application for registration certificate is made of licensing authority in form number 40, and the registration certificate is issued in form number 41. So form number 40 and form number 41 the application for registration certificate is made by licensing authority. Form number 40, form number 41. The application for both import license and registration certificate may be made by manufacturer himself അല്ലെങ്കിൽ his authorized agent in India having valid license. So import license and registration certificate രണ്ടിനും 3 വർഷ കാലാവധിയേ ഉള്ളൂ. ഓക്കെ, സോ ഇമ്പോർട്ടിനും രജിസ്ട്രേഷനും
ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റിനും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനും രണ്ടും എത്ര കാലാവധിയുണ്ട്? 3 years കാലാവധി. If the application is made 3 months in advance before expiry of license or certificate is banned, order passed on application. So അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടിനും ഒരു 3 വർഷ കാലാവധിയാണ്. ഈ ആപ്ലിക്കേഷൻ ഈസ് മെയ്ഡ് 3 months in advance. എക്സ്പയറിക്ക് ലൈസൻസിന്റെ എക്സ്പയറിക്ക് ഒരു 3 വർഷം മുമ്പേ ഉണ്ടാക്കുമായിരുന്നു എങ്കിൽ the application is made 3 months in advance before expiry of license അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആപ്ലിക്കേഷൻ പാസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് മെഡിസിൻസ് കൊണ്ടുപോകാം? The import of drug in India is permitted through the following place. അപ്പം റെയിൽ ആണെങ്കിൽ ഫെറോസ്പൂർ, കാന്റോൺമെന്റ്, അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരിക. നഗർ, ബോൺഗോവാൻ, മൊഹീസിയാൻ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ബംഗ്ലാദേശ്. റോഡ് ആണെങ്കിൽ റക്സ്വൽ ഫോർ ഡ്രഗ് ഇൻ നേപ്പാൾ. സീ ആണെങ്കിൽ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, നാവ, സിൽവ ആൻഡ് കണ്ണ് ആൻഡ് കൊച്ചി. ബൈ എയർ ആണെങ്കിൽ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, അഹമ്മദാബാദ് ആൻഡ് ഹൈദരാബാദ്. Then conditions of import license. Import license ന് വേണ്ടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അടുത്ത ചോദ്യം. Okay, so import has to be fulfilled the conditions that are stipulated in the rules and also comply with the following conditions. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. The manufacturer shall observe the undertaking given in form number 9. Form number 9 എന്താ? സിയിലും C1ലും ഉൾക്കൊള്ളുന്നതും ഷെഡ്യൂൾ എക്സിനകത്ത് പെടാത്തതുമായിട്ടുള്ള ഡ്രഗ് ആണ് ഫോം നമ്പർ 9 പറയുന്നത്. സോ മാനുഫാക്ചർ അതിൽ പറയുന്ന എല്ലാം തിരിച്ചറിയണം. The licensee should maintain a proper record of imported drug. ലൈസൻസി എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. Whenever the entries should be made seriously for the stock for import material distribution person to whom the imported drug is issued, price charge, remaining and the quantity of imported drug. The drug import are the purpose of test അല്ലെങ്കിൽ analysis. അങ്ങനെ നമ്മൾ ചോദിച്ച് വാങ്ങുന്ന ഡ്രഗുകൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ, അവരുടെ പ്രൈസ്, റിമൈനിങ് ആയിട്ടുള്ള ഇമ്പോർട്ട് ഡ്രഗിന്റെ ബാക്കി ഇവരെല്ലാവരെയും ടെസ്റ്റിനോ അനാലിസിനോ അല്ലെങ്കിൽ പുതിയ ഡ്രഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഡ്രഗ് ഇമ്പോർട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ഓർ ദ ന്യൂ ഡ്രഗ് ഇമ്പോർട്ടഡ് ആർ നോട്ട് ഫോർ ജനറൽ യൂസ്. Then next one is the importer should maintain all proper storage facilities. DNC പറയുന്ന പോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം. Then the importer should permit the inspector അല്ലെങ്കിൽ officer on behalf of the state government. Importer എന്താ ചെയ്യേണ്ടത്? ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസറോ ഗവൺമെന്റിനോടോ പറയും without notice to inspect the premise, stocking facilities of records and list of states and എല്ലാം റെഡി ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. Then the license should be withdrawn the substance from market if it was asked to be do so by the authority. നമുക്കൊരു ലെറ്റർ വരികയാണ്, നിങ്ങളുടെ വണ്ടി നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെയുള്ള ഒരു ഓഫീസറാണ് നമ്മള് പോയിട്ട് എന്ത് ചെയ്യണം? We have to file a case for that. അല്ലെ? അങ്ങനെയാണ് ചെയ്യുന്നത്. So then importer should permit the inspector അല്ലെങ്കിൽ officer on behalf of the state government. മനസ്സിലായോ? Then the importer should permit the inspector അല്ലെങ്കിൽ officer on behalf of the state government, central government without notice to inspect the premise. അവിടെ ഇൻഫർമേഷൻ ഇല്ലാണ്ട് ആരെങ്കിലും ആ പ്രമിസസിലോ സ്റ്റോക്കിംഗ് ഫെസിലിറ്റീസിലോ റെക്കോർഡിലോ അനലിറ്റിക്കൽ ഡീറ്റെയിൽസിലോ ഒന്നും ഒരു മാറ്റവും വരുത്താൻ പാടില്ല. The licensee should withdraw the substance from market if asked to do so by അതോറിറ്റി. അപ്പം ലൈസൻസിയോട് ആ സബ്സ്റ്റൻസ് മാർക്കറ്റിന് വിഡ്രോ ചെയ്യാൻ അതോറിറ്റി പറയുകയാണെങ്കിൽ അവർ അതും ചെയ്യേണ്ടതായിട്ടുണ്ട്. Then
and import licensees for one category of drug from single manufacturer drug. Import license എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പുറത്തുനിന്ന് ഒരു സിംഗിൾ മാനുഫാക്ചർ എടുക്കുന്ന ഒരു ഡ്രഗ് എത്തിക്കാനാണ് പൊതുവെ ഇമ്പോർട്ട് ലൈസൻസ് യൂസ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ ഡ്രഗ് സെയിം മാനുഫാക്ചറിന് സെയിം ലൊക്കേഷൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ഇമ്പോർട്ട് ലൈസൻസ് മതി. ഓക്കെ, പക്ഷേ സെപ്പറേറ്റ് ലൈസൻസ് വേണം ഈ രണ്ട് മാനുഫാക്ചറർ രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിലാണെങ്കിൽ രണ്ട് ലൈസൻസ് വേണം. ഓക്കെ, we need two main licenses. ഞാൻ ഫോംസിനെ പരിഗണിക്കാം കേട്ടോ. നമുക്ക് ഫോംസ് ഷെഡ്യൂൾസ് ഇപ്പം ഓൾറെഡി കവർ അപ്പ് ആയില്ലേ? ഷെഡ്യൂൾ